Hello, welcome to place to go. Dolphin Beach. Sunlight dances through the window. Lazy haze filled up the room. ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കണ്ടുമുട്ടുന്നത് ഡോൾഫിൻ ബീച്ചിൽ വെച്ചാണ്. ബീച്ച് കണ്ട ഉടനെ ഞങ്ങൾ രണ്ടുപേരുടെ എടുത്തങ്ങ് ചാടി. പിന്നെ തണുപ്പാണ്, വിറയ്ക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലിരുന്നു. ബട്ട് ഇറ്റ് വാസ് റിയലി ഫൺ ആൻഡ് സമയം പോയതൊന്നും അറിഞ്ഞതേ ഇല്ല. പണ്ട് തൊട്ടേ അങ്ങനെയാണ്, ബീച്ചിൽ പോയി കഴിയുമ്പോൾ സമയം പോകുന്ന അറിഞ്ഞൂടാ. ഞാനും എൻ്റെ അനിയൻ ദക്ഷും രണ്ടുപേരും മറിഞ്ഞടിച്ചൊക്കെ വീഡിയോ ആയിരുന്നു. ബിക്കോസ് അത് ഈ വെള്ളം ആയതുകൊണ്ട് ഒന്നും കാണൂല. അടിയിലത്തെ ചില കുഴികളൊക്കെ അവിടെ ഉണ്ട്. ആരാ കുഴിച്ചതെന്ന് പറഞ്ഞിട്ടാ. ബട്ട് ചെറിയ ചെറിയ കുഴികളൊക്കെ ഉണ്ട്. നടക്കണ വഴിക്കൊക്കെ താഴെ അങ്ങനെ അതേ ചവിട്ടി അങ്ങ് വീഴാനൊക്കെ പോകും. അപ്പം ഞാൻ അവരോട് പറഞ്ഞു, എടാ നമുക്ക് ഇച്ചിരി അങ്ങോട്ട് നീങ്ങി പോകാം എന്നൊക്കെ പറഞ്ഞു. ബട്ട് അവൻ പറയാണ് ഡാഡിയോ ഒന്നുമില്ല, ഇനി എങ്ങാനും മുങ്ങിപ്പോയാലോ ആ തിര വന്ന് കൊണ്ടുപോയാലോ എന്നൊക്കെ അവൻ പറഞ്ഞ് അവിടെ പേടിച്ചിരിക്കുകയായിരുന്നു. ബട്ട് ഞാൻ പോവാന്നൊക്കെ പറഞ്ഞ് പോയി. അപ്പോഴത്തേക്കിനും അവനും അങ്ങോട്ട് പതുക്കെ വന്നു. ഈ വീഡിയോയിൽ ആക്ച്വലി ഡോൾഫിൻ ബീച്ചിനെ കുറിച്ച് മാത്രമല്ല പറയണത്, വാക്കിംഗ് ബീച്ചിനെ കുറിച്ചും പറയുന്നുണ്ട്. വാക്കിംഗ് ബീച്ച് എന്ന് പറഞ്ഞാൽ ബീച്ചിൻ്റെ നടുക്കൂടെ ഒരു വേ ഇട്ടിട്ടുണ്ട്. മീൻസ് അതുവഴി നടന്നു പോകാനായിട്ടാണ്. ചെറുതായിട്ട് വെള്ളമൊക്കെ നമ്മുടെ മേത്ത് വന്ന് ഹിറ്റ് ചെയ്യും, നമ്മളെ വെറ്റാക്കും. ബട്ട് അതൊന്നും വലിയ വെള്ളമൊന്നും അല്ലായിരുന്നു. അത് ഞാൻ ലാസ്റ്റ് കാണിക്കാം. ഈ കാഴ്ച ഞാൻ ആദ്യമായിട്ടാണ് എൻ്റെ ലൈഫിൽ എക്സ്പീരിയൻസ് ചെയ്യുന്നത്. മീൻസ് ആ ബീച്ചിൽ കുളിച്ചിട്ട് വരുന്നവർക്കായിട്ട് ഒരു പൂളും അവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇങ്ങനൊരു ഷവറും ഉണ്ട്. ഇത് മാത്രമല്ല, ടോയ്ലറ്റ്സ് വേറെ ഉണ്ട്. ടോയ്ലറ്റ്സ് ഒക്കെ ആണെങ്കിലും നല്ല നീറ്റ്നെസ്സോട് കൂടിയാണ് കീപ്പ് ചെയ്യുന്നത്. ഷവറൊക്കെ കഴിഞ്ഞു, ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തിട്ട് വാക്കിംഗ് ബീച്ചിലോട്ട് പോയി. വാക്കിംഗ് ബീച്ചിൽ സൺസെറ്റ് ഒരു സൈഡിലും പിന്നെ മൂൺ അപ്പുറത്തെ സൈഡിൽ വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ഇതാണ് മൂൺ ആൻഡ് അപ്പുറത്തെ സൈഡിൽ സണ്ണും ഉണ്ട്. ഇവിടെയാണ് ഞങ്ങൾ ഡോൾഫിൻസിനൊക്കെ കണ്ടത്. ഒരുപാടുണ്ട് ഇവിടെ ഡോൾഫിൻ. ഈ വാക്കിംഗ് ബീച്ചിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തുമായിട്ട്. പിന്നെ ഒരുപാട് പേര് ഫിഷിങ്ങിനും ആയിട്ടൊക്കെ ഇവിടെ വന്നിട്ടുണ്ട്. ഈ ഫിഷിങ്ങിന് വന്നവരൊക്കെ കുറച്ച് പേരൊക്കെ ഈ പാറയിൽ വീണ് മരിക്കുമ്പം അവരുടെ ഒരു ഫോട്ടോ അല്ല, പേരൊക്കെ എഴുതി ആ ഒരു പാറയുടെ പുറത്തങ്ങോട്ട് വെക്കും. ഈ ഒരു സൈഡിലെന്ന് പറഞ്ഞാൽ ഈ വെള്ളത്തിന് നല്ല ആഴവും ഉണ്ട്. സ്കൈ ഒക്കെ നല്ല ഗോൾഡൻ കളറിൽ ആ സൺസെറ്റും മൂണും എല്ലാം കണ്ട് വളരെ ഹാപ്പി ആയിട്ട് ഞങ്ങൾ പിന്നെ അങ്ങ് തിരിച്ചു പോകാനായിട്ട് നടന്നു. ആൻഡ് ഇതൊക്കെയാണ് ഞങ്ങൾ പോയിട്ടുള്ള 2 ബീച്ച്. ആൻഡ് ഇതായിരുന്നു ഞങ്ങളുടെ ഫസ്റ്റ് ടൈം ഓസ്ട്രേലിയയിൽ വെച്ച് ബീച്ചിൽ പോയത്. അപ്പോൾ ബൈ.